സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാകുന്നതുവരെ തേജസ് യുദ്ധവിമാനങ്ങൾ ഇനി പറത്തില്ല. സമഗ്രമായ സാങ്കേതിക പരിശോധനയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. തേജസ് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെട്ട മൂന്നാമത്തെ അപകടത്തിന് പിന്നാലെയാണ് നടപടി. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്ത്യ വളരെ അഭിമാനത്തോടുകൂടി അവതരിപ്പിച്ച ഒരു വിമാനം കൂടിയാണ് തേജസ്. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന വിമാന അപകടങ്ങളും ദുരന്തങ്ങളും മൂലം കേന്ദ്രം മാറ്റി ചിന്തിക്കുകയാണ്. ഇനി ഒരു വലിയ പരിശോധന, വിശദമായ പരിശോധന, അതിനുശേഷം മാത്രമേ തേജസ് ഇനി ആകാശത്തേക്കെത്തൂ. ജിൽസി പറഞ്ഞ പോലെ തന്നെ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ഇത്തരത്തിലുള്ള ഈ വീഴ്ചകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമഗ്ര പരിശോധനയ്ക്ക് വേണ്ടി വിമാനം ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു സാങ്കേതിക പദമാണ്, ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ളത്. വിമാനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കുകയാണ്. ഇതൊരു സമഗ്രമായ അന്വേഷണവും സമഗ്രമായ ഒരു പരിശോധനയും സാങ്കേതിക പരിശോധനയും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം ഇത് വിമാനം പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 2004 നേരത്തെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഒരു അപകടം ഉണ്ടായത്. ഇതുകൂടാതെ 2024 അപകടം ഉണ്ടായത്. ഇതിന് പിന്നാലെ 2025 ദുബൈയിൽ നടന്ന എയർ ഷോയിൽ ഒരു വിമാനം അപകടത്തിൽപ്പെടുകയും പൈലറ്റിന് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സമഗ്രമായ സുരക്ഷാ പരിശോധന. HAL പലപ്പോഴും ഒരു കാലാവധിക്കുള്ളിൽ തന്നെ വിമാനം കൈമാറുന്നതിൽ ചില തടസ്സങ്ങളും ചില സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇതിനകം തന്നെ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചകൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വിമാനം ഗ്രൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നത്.